യക്ഷികൾ എന്നതിൻ്റെ അടുത്ത ഭാഗം. ഒരു ഓൺലൈൻ അഴിഞ്ഞാട്ടക്കാരിയോട് ഈ തൊഴിൽ നിർത്തിക്കൂടെ എന്നൊരു ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോൾ ആ അസുര സമ്പത്ത് പറഞ്ഞത്, പ്രതിമാസം 3 ലക്ഷം രൂപ വേണം അവൾക്ക് ജീവിക്കുവാൻ, അത് നീ എനിക്ക് തരുമോ എന്ന്. കേവലം 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഈ യക്ഷിക്ക് 3 ലക്ഷം എന്ന് എഴുതാൻ ശരിക്കറിയാമോ എന്ന് സംശയമാണ്. എന്നിട്ടും അവളുടെ അത്യാഗ്രഹം അതാണ് ഇതിൻ്റെ പിന്നിൽ. ശരീരമനങ്ങാതെ ഹോട്ടലിൽ നിന്ന് മുന്തിയ ആഹാരവും വാങ്ങിക്കഴിച്ച് അന്യൻ്റെ കാശിനെ മതിച്ച് ജീവിക്കുന്ന ഇത്തരക്കാരികളെ സംരക്ഷിക്കുന്നത് ആരാണെന്നറിയില്ലേ? നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസവും വിവരവുമുള്ള ചെറുപ്പക്കാർ. സ്വന്തം അമ്മയ്ക്ക് ഒരു നേരത്തെ മരുന്ന് മേടിച്ചില്ലേലും പെങ്ങൾക്കൊരു നല്ല ഡ്രസ്സ് മേടിക്കാൻ കാശ് കൊടുത്തില്ലേലും ഈ വൃത്തികെട്ടവന്മാർ ഇവളുമാർക്ക് എന്ത് വേണമെങ്കിലും അയച്ചു കൊടുക്കും. ഇത്ര യക്ഷികളെ വളർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് ഇത്തരക്കാരാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻ്റർവ്യൂ കാണുവാനിടയായി. ഏകദേശം 1 കോടി രൂപ പറ്റുന്ന ഒരു വിശുദ്ധയുടെ പ്രസംഗത്തിൽ എന്തുകൊണ്ട് പുരുഷന്മാർ ജിമ്മിലും അല്ലെങ്കിൽ ശരീരപ്രദർശനവും മറ്റും നടത്തുന്നു, അവരുടെ ശരീരം പ്രദർശിപ്പിക്കുന്നതും അങ്ങനെയാണെങ്കിൽ നിരോധിക്കണ്ടേ? ഇന്നർ എന്തിന് ഷോപ്പുകളിൽ വിൽക്കുന്നു? അത് പ്രദർശിപ്പിക്കാനല്ലെങ്കിൽ. എനിക്ക് എൻ്റെ ശരീരവും അടിവസ്ത്രങ്ങളും പ്രദർശിപ്പിക്കുന്നത് ഇഷ്ടമാണ് എന്നൊക്കെ ആ കുലട വീമ്പിളക്കുന്നത് കേട്ടു. ഇന്നർ എന്ന വാക്കിൻ്റെ അർത്ഥം അവൾക്കറിയാമോ എന്നെനിക്ക് സംശയം തോന്നി. എന്താണ് ഇന്നർ? അത് അവൾക്കറിയില്ല. സത്യത്തിൽ നമ്മൾ കേരളീയരെ ലജ്ജിക്കണം. പണ്ട് നാണം മറയ്ക്കാൻ വേണ്ടി സമരം ചെയ്ത നാടാണ് കേരളം. മാറുമറയ്ക്കൽ സമരം പഠിക്കാനുണ്ടായിരുന്നു ചെറിയ ക്ലാസ്സുകളിൽ. എന്തിനായിരുന്നു അന്നത് ചെയ്തത്? അങ്ങനെ നേടിയെടുത്ത ആ സ്വാതന്ത്ര്യം നിഷ്കരണം ഇവളുമാർ തള്ളിക്കളയുന്നു. വിദേശികൾ പോലും ആദരവോടെ കണ്ടുപഠിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ഭാരത സംസ്കാരം എവിടെ പോയി? പുരുഷന്മാർ ബസ്സിൽ വെച്ച് അറിയാതെ ദേഹത്ത് മുട്ടിയാൽ ബീജസങ്കലനം നടക്കുമെന്ന് പറയുന്ന കുലടകളുടെ നാടാണിത്. ഇന്ന് ഇവർ മറക്കേണ്ടിടം മറിച്ചും അല്പം അച്ചടക്കവും ഒതുക്കവും മര്യാദകളും പാലിച്ചും ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഒരപമാനമാണ് ഈ അലപലാദികൾ. ഒരു പുരുഷന് സ്ത്രീകളെ കാണുമ്പോൾ അപമര്യാദയായി പെരുമാറണമെന്ന തോന്നൽ ഉളവാക്കുന്നതിൽ ഒരു വലിയ പങ്ക് ഇവളുമാർക്കുണ്ട്. നമ്മളിൽ ഓരോരുത്തരും പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നിയമവ്യവസ്ഥിതി ഇക്കൂട്ടർക്കെതിരെ കണിഞ്ഞാണിടേണ്ട സമയവും കഴിഞ്ഞു. സംസ്കാരസമ്പന്നമായ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ഇത്തരം കീടങ്ങളെ ഒതുക്കേണ്ട സമയം കഴിഞ്ഞു. അധ്വാനിച്ച് ജീവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അപമാനമാണ് ഇക്കൂട്ടർ. ഇതിനെതിരെ നമ്മളിൽ ഓരോരുത്തരും ശക്തമായി പ്രതികരിക്കണം.